നമസ്കാരം. രുദ്രാക്ഷത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. ആയില്യം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കർക്കശമായി പറയുകയും ദയയില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ്. വിട്ടുവീഴ്ച മനോഭാവം കുറവായിരിക്കും. ഉപകാരസ്മരണയുടെ കാര്യത്തിലും ആയില്യക്കാർ അല്പം പിന്നോക്കമായിട്ടാണ് കാണപ്പെടാറുള്ളത്. ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമായുണ്ട്. അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായി അത്യധ്വാനം ചെയ്യുകയും ചെയ്യും. ആരോടും അടുക്കാത്ത സ്വഭാവമാണ് ആയില്യക്കാർക്കുള്ളത്. നിർബന്ധ ബുദ്ധി കൂടും. പിണക്കം തോന്നുന്നവരോട് വളരെ ക്രൂരമായി പെരുമാറും. അവരിൽ നിന്ന് അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. എപ്പോഴും ഗൗരവഭാവം മുഖത്തുണ്ടാവും. പക്ഷേ വളരെ അടുപ്പമുള്ളവരുടെ മുൻപിൽ എല്ലാം തുറന്നു പറയുന്ന സ്വഭാവമുണ്ടാകും. ആശങ്കയും ഭയവും മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വളരെ ചുരുക്കം ആളുകളെ മാത്രമേ ആത്മാർത്ഥമായി സ്നേഹിച്ചെന്നു വരൂ. ആരെയും പൂർണ്ണമായി വിശ്വസിക്കുകയില്ല. ധന അഭിവൃദ്ധിക്കായി അത്യധ്വാനം ചെയ്യുന്നതോടൊപ്പം ആർഭാടങ്ങൾക്ക് വേണ്ടി അമിതമായി ചെലവ് ചെയ്യുന്ന സ്വഭാവവും ഉണ്ടാകും. നിയന്ത്രണങ്ങൾ ഇഷ്ടപ്പെടുകയില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആരെങ്കിലും തടസ്സം നിന്നാൽ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും അവരെ വെറുക്കുകയും ചെയ്യും. എല്ലാം സമ്മതിച്ചു കൊടുക്കുന്നവരെ മാത്രമേ സുഹൃത്തുക്കളായി അംഗീകരിക്കൂ. അവരെ സഹായിക്കാൻ എപ്പോഴും സന്നദ്ധത കാണിക്കും. ധനവും ഭാഗ്യവും ഉണ്ടാവും. പെട്ടെന്ന് ശോഭിച്ച് സാഹസ പ്രവൃത്തികൾ ചെയ്തെന്നു വരാം. ഇതുമൂലം പൊതുപ്രവർത്തനങ്ങളിൽ അത്രയൊന്നും വിജയിച്ചെന്നു വരികയില്ല. എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയായി ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധി ഉണ്ടാകും. ദാമ്പത്യ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. പക്ഷേ എന്തെങ്കിലും അസ്വസ്ഥതയോ ക്ലേശമോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. വിവാഹത്തിന് കാലതാമസം വരാം. വിവാഹത്തിന് ശേഷം ഇടയ്ക്ക് ജീവിത പങ്കാളിയുമായി അകന്നു കഴിയുവാൻ സാഹചര്യം ഉണ്ടാകും. 8 വയസ്സുവരെ ശാന്തമായ ജീവിതം നയിക്കും. 9 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള കാലം ആരോഗ്യക്കുറവ്, മുറിവ് ചതവുകൾ, അപകടങ്ങൾ തുടങ്ങിയവ മൂലം ബുദ്ധിമുട്ടുള്ളതാവും. 17 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള കാലം പൊതുവെ ഗുണകരമാണ്. ഈ കാലത്ത് വിദ്യാഗുണം, തൊഴിൽ ലാഭം, വിവാഹം, സന്താനലാഭം തുടങ്ങിയവയെല്ലാം അനുഭവപ്പെടും. 37 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള കാലം അധ്വാനക്കൂടുതൽ അനുഭവപ്പെടുന്ന കാലമാണ്. അതിനുശേഷം സ്ഥിതിഗതികൾ കൂടുതൽ അനുകൂലമാകും. 52 വയസ്സിനും 59 വയസ്സിനും ഇടയിലുള്ള കാലം മാത്രം അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും.